ചേച്ചിനെ കൊല ചെയ്യുമ്പോഴും ഇതുപോലെ എല്ലാവരും നിരീക്ഷണം ചെയ്തിട്ടാണ് ആ ചേച്ചിനെ ആരും ഇല്ലാതെ സമയം നോക്കി കൊന്നത്. അയാൾ എതിർത്തൊന്നും ചെയ്തിരുന്നു. അവര് എതിർക്കുകയാണെങ്കിൽ പിന്നെ ഈ ജാമീനെ ഇറക്കിയിട്ട് കൊണ്ടൊന്ന് വീട്ടിലിരുത്തില്ലല്ലോ. ഇപ്പം ജാമീൻ ഇറക്കിയിട്ട് വന്ന് ആ വീട്ടിലിരുത്തി ഇപ്പം വീട് ഒക്കെ വൃത്തിയാക്കി അയാൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കാരണമാണ് അവൻ്റെ കുടുംബക്കാരനെ. മാനസിക അവൻ്റെ വീട്ടുകാർ ഒരു കുടുംബത്തിനെ ഫുള്ളായി നശിപ്പിച്ചു. മാനസിക രോഗിയാണെന്ന് പറയുന്ന വീട്ടുകാർ തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാനസിക ഒന്നും അല്ല, അത് ആൾക്കാർ പറയുകയാണ്. പറയുമ്പോൾ പറയുന്നത് എന്താണ്, അവൻ്റെ കയറ്റിയ വീട്ടിൽ അവൻ ഇരിക്കാണ്ട് എന്ത് ചെയ്യും, അതാണ് ഒരു പറച്ചിൽ വരുന്നത്. അപ്പം അവൻ്റെ വീട്ടിൽ അവൻ ഇരിക്കാണ്ട് എന്ത് ചെയ്യും എന്നാണ് പറയണത്. അപ്പോൾ അവരുടെ വീട്ടുകാർ സഹായം, അമ്മ വരും, ഏട്ടൻ വരും, എല്ലാവരും. ഇത് ഏട്ടനെയും അമ്മനെയും പിടിച്ചപ്പോൾ അവനെയും കിട്ടും. അമ്മനെയും ഇപ്പം പിടിച്ച് 4 കുത്തിയാ അവൻ എവിടെ ഉണ്ടെങ്കിലും മണി പോലെ പറയും. ആരുടെയും പ്രൊട്ടക്ഷൻ അവരുടെ വീട്ടിൽ എവിടെയില്ല. ആരുടെയും പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇയാൾ ഈ വേഗം ഇത്രയും ആൾക്കാരുടെ കണ്ണുപടിച്ച് ഇയാൾ പോകേണ്ട ഒരു കാര്യമില്ല. ആരുടെയും സഹായം ഇല്ലാണ്ട് ഇയാൾ ഇപ്പോൾ വേഗം രക്ഷപ്പെടുവോ? അയാളിനെ ഒരു തീരുമാനം അയാളിനെ ഇവിടെ എത്തിക്കണം. എത്തിച്ചൊരു തീരുമാനം അറിഞ്ഞിട്ട് അവർ പറയുകയാണ്, അല്ലാണ്ട് വേറെ ആരും പറയില്ല മാനസിക രോഗിയാണെന്ന്. ആ കുട്ടീനെ ആരും നോക്കും. അച്ഛനില്ല, അമ്മയില്ല, ആ ഒരു പെൺകുട്ടിയാണ്. എവിടെ ജീവിക്കും? ഇപ്പൊ ഈ കാലത്തെ പെൺകുട്ടികൾക്ക് എന്ത് ഇതാണ് ഉള്ളത്? ആ കുട്ടിക്ക് ഒരു വഴി കണ്ടെടുത്തിട്ട് മതി. ഡ്രൈവറാണ്. 2 ആഴ്ച കൂടുമ്പോൾ വരും. ഈ മകള് ഇയാൾ വന്നപ്പോൾ തൊട്ട് ഈ മകൾ അച്ഛനെ കാണാൻ അവിടെ വന്നിട്ടില്ല. 2 പെൺമക്കള്, ഒരു കുട്ടി കല്യാണം കഴിഞ്ഞു. ആ മോള് നമ്മളോട് സംസാരിച്ചപ്പോൾ അത് വിശദമാക്കുന്നുണ്ട്. ഈ ചെന്താമര എന്ന് പറയുന്ന അയാളെ പേടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒളിഞ്ഞു നോക്കും, പല ഘട്ടങ്ങളിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടായിരുന്നു, ഭയപ്പെടുന്ന രീതിയിൽ നോക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ ആ മോള് തന്നെ അതിദയനീയമായി നമ്മളോട് വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വെട്ടുകത്തിയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ സൂക്ഷിക്കുന്നത് അയാളുടെ തന്നെ വീട്ടുകാരുടെ അറിവോടുകൂടിയായിരിക്കും. മേഡം സാറേ, അയാളുടെ വീട് ഇവിടെയാണ്. അവിടെ വീട്ടിൽ ചേട്ടനും അമ്മയും താമസിക്കുന്നത് കുറച്ച് മുകളിലാണ്. അപ്പോൾ ഇയാൾ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇയാളെല്ലാം ചെയ്യുന്നത് ഈ വീട്ടിൽ വെച്ചിട്ടാണ് സംഭവം. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെയും കൂടെ വടിവാൾ കാണിച്ചിട്ട് ഇതാണ് എൻ്റെ സെറ്റപ്പ്, ഇത് കണ്ടോ, ഇതെൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു നാട്ടുകാരെ കാണിച്ചു. അത് അവിടെ സ്വന്തം അമ്മായി, ഇത് അവിടെ അമ്മായിയാണ്, ഈ പ്രതിൻ്റെ അമ്മ. നിങ്ങൾ കണ്ട്, അതായത് വിനീത, ഇത് കാരണം ഇത് പ്രധാനപ്പെട്ടൊരു വെളിപ്പെടുത്തലായി മാറും. അതായത് ഈ സംഭവം നടക്കുന്നതിന് കൊലപാതകം ചെയ്തതിന് തൊട്ട് മുൻപായി അവിടെ തൊട്ടടുത്തുള്ള അയൽവാസികളെ അദ്ദേഹം കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, വടിവാൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് പ്രബുദ്ധ കേരളത്തിലാണ് സംഭവിച്ചതെന്ന് നമ്മൾ ഓർക്കണം. എന്തായിരുന്നു അയാൾ കാണിച്ചത്? അയാൾ ഒരു വടിവാളായിരുന്നു കാണിച്ചത്. മുണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുത്ത് കാണിച്ചപ്പോൾ ഇതൊക്കെ നീ എന്തിനാ കാണിക്കുന്നത്, നീ ഇത് വെച്ചോ, നീ നിൻ്റെ വീട്ടിലേക്ക് മിണ്ടാണ്ട് പോ എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കൊലപ്പെടുത്താൻ വേണ്ടി കയ്യിൽ വെച്ചാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. ഇതും കൊണ്ട് നടക്കുകയാണെന്നാണ് പറയുന്നത്. അതും കൊണ്ട് നടക്കുകയാണ്. സുധാകരന് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമല്ലോ. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. ഇതും കൊണ്ട് നടക്കുകയാണ്, ഇതാണ് എൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു. ഭക്ഷണം ചെലവുകളൊക്കെ വീട്ടുകാർ കൊടുക്കുകയാണ്. അമ്മ വരും, നോക്കിയിട്ട് പോകും, ഏട്ടൻ വരും, അരി മേടിച്ചു കൊടുക്കും. പിന്നെ പൈസ കൊടുക്കണ്ടോയെന്നൊന്നും എനിക്കതറിയില്ല. അങ്ങനെയൊക്കെ കൊടുക്കുകയാണ്. ഭാര്യയും കുടുംബമൊക്കെ പോയിട്ട് 4-5 വർഷമായി. മകൾക്ക് ജോലി കിട്ടി, മകള് വർക്ക് ചെയ്യുക. എൻ്റെ ഒരു മകൾ തന്നെ ഉള്ളു വർക്ക് ചെയ്യുന്നുണ്ട്. സംശയമായി. എൻ്റെ ഭാര്യ പോയത് ഇവള് കാരണമാണ്. ഇവിടെ നടക്കുന്നതൊക്കെ ഇവർ ഫോൺ ചെയ്ത് പറയുകയാണ്. അവർ ചിരിക്കണു, അവർ നോക്കിക്കൊണ്ടിരിക്കണു എന്നുള്ളൊരു. എൻ്റെ പേര് ബിന്ദു, അയൽവാസി. ബിന്ദു ശേഷിയാണ് നമ്മളോട് സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണത്. വനത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ള വ്യക്തിയാണ് ഈ പ്രതി. നേരത്തെ കൊലപാതകം ചെയ്തപ്പോഴും ഇതുപോലെ കാട്ടുവശത്തേക്കാണ് ഓടി ഒളിച്ചത്. പിന്നെ അത് കഴിഞ്ഞ കൊലപാതകം ചെയ്ത് പിറ്റേ ദിവസം വൈകിട്ട് 7 മണിയാണ് അയാൾ പിടികൂടി കൊണ്ടുപോയത്. നാട്ടുകാരൊക്കെ പിടിക്കാൻ എല്ലാവരും വടിയും വാളൊക്കെ എടുത്ത് പിടിക്കാൻ പോയിട്ടും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പോലീസുകാരൻ്റെ സുരക്ഷയിൽ അയാൾ കോടതിക്ക് കൊണ്ടുപോയതാണ് ഉണ്ടായത് സാറേ. ഇപ്പോഴും ഇപ്പോൾ ഇതേപോലെയാണ് ഉണ്ടായിരിക്കുന്നത്. ശേഷം വനത്തിനുള്ളിലേക്ക് പോയി രക്ഷപ്പെടാന്നുള്ള ഉദ്ദേശം ആദ്യം ഉണ്ടാവും. അതാണ് അയാളെല്ലാം പ്ലാനിങ് ആണ് സാറേ. അയാൾ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അയാളെല്ലാം പ്ലാനിങ്ങോട്ടാണ് അയാൾ ചെയ്യുന്നത്. അത് കാരണം ചെയ്തു. ഒരു മനുഷ്യൻ അതെന്ന് വെച്ചാൽ അയാൾ വേലി വെട്ടാൻ നിന്ന് നോക്കി വെട്ടി ആരെല്ലാവരും നിരീക്ഷിച്ചതിന് ശേഷം ആരും ഇല്ല എന്ന് കണ്ടാണ് ആ കത്തി കൊണ്ടാണ് ഇപ്പോൾ ആ ചേട്ടനെ അങ്ങനെ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം അയാളുടെ ഭാര്യ അതേപോലെയായിരുന്നു. വെളിയിൽ നിന്ന് ഇങ്ങനെ വെട്ടുന്ന പോലെയൊക്കെ കാണിച്ച് വീട്ടുകാർ ഒരു പ്രതികരണമില്ല സാറേ.
ഒരു പ്രതികരണവും ഇല്ല. അവരുടെ അടുത്ത് അവരിങ്ങോട്ട് വരികയോ അവർ അല്ലെങ്കിൽ ഇതാ ഇപ്പോൾ ഇങ്ങനെ കൊലപാതകം നടന്നു എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സമാധാന വാക്കോ ഒന്നുമില്ല. ഇത്ര നേരമായിട്ടില്ല. അത് നേരത്തെ ചെയ്യുമ്പോഴും അങ്ങനെ നേരത്തെ കൊലപാതകം ചെയ്യുമ്പോഴും അയാളുടെ വീട്ടുകാരടുത്ത് ഒരു പ്രതികരണം. നിങ്ങൾ നാട്ടുകാർ പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ പോലീസിൽ നിന്ന് അയാൾക്ക് എന്തെങ്കിലും സംരക്ഷണം ലഭിച്ചായിരുന്നു തോന്നിയിട്ടുണ്ടോ? സംരക്ഷണം പറഞ്ഞാൽ അവർ അതന്നെയാണ് പറയണത്. അയാൾ കുറ്റം ചെയ്തു, ജയിലിൽ ശിക്ഷ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്നും ഇപ്പോഴും അതന്നെയാണ് പറഞ്ഞത്. അയാൾക്ക് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കോടതി ഉത്തരവിൽ അയാൾ ജാമ്യത്തിൽ ഇറക്കി, ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ കൊല ചെയ്തു, ഇനിയുള്ള നടപടികൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാന്നല്ലാതെ ഒരു ഇതും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാട്ടുകാരുടെ സുരക്ഷതയ്ക്ക് ഒരു വിലയില്ല. ഈ പരാതി കൊടുത്തപ്പോൾ ഒന്നും പോലീസ് വന്നില്ല. കൊന്നിട്ടപ്പോൾ എല്ലാ പോലീസുകാരും DIG എല്ലാ DGP എല്ലാവരും വന്നു അതാണ് സംഭവം. അതാണ് അതുതന്നെയാണ് അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ അയൽവാസികൾ ഉൾപ്പെടെ വിവരിക്കുന്ന ഒരു കാഴ്ചയാണ്. സങ്കടം തളം കിട്ടി നിൽക്കുന്ന ഒരിടമാണ്. അധികം നമുക്ക് ഇവിടെ നിന്ന് വിവരിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ്. ആ മക്കളൊക്കെ തന്നെ കരയുന്ന കാഴ്ച അത്രത്തോളം സങ്കടപ്പെടുത്തുന്നതാണ്. എന്തായാലും പ്രതിയെ അതിവേഗം പിടികൂടുക എന്നുള്ളത് മാത്രമാണ് ഇനി പോലീസിൻ്റെ മുമ്പിലുള്ള ഏക മാർഗം. നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുന്നുണ്ട് ഈ ഒരു മേഖലയിൽ. കാരണം നാട്ടുകാർ വലിയ പരാതി ഉന്നയിക്കുന്ന മേഖലയിലേക്ക് സംഭവത്തിൽ പോലീസ് ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തതിൽ ഏറ്റവും ഒടുവിലത്തിരയായി ഇവരൊക്കെ തന്നെ മാറി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.